ഹലോ ഫ്രണ്ട്സ്, ഇന്ന് മഴ ഇത്തിരി മാറി നിൽക്കുന്ന ഒരു സമയമുണ്ട്. കുറച്ച് വെയിൽ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഇപ്പോൾ ഒരു മാസത്തോളമായി ഞങ്ങൾക്ക് എല്ലാ ദിവസവും രാവും പകലും മഴയാണ്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ കേട്ടോ, നമ്മുടെ കറുത്ത സുന്ദരി, സ്കിൻ പ്രോബ്ലം ഉള്ളത്, പിന്നെ റാണി, ഇവർക്കൊക്കെ എന്ന് വെച്ചാൽ വന്ധീകരിക്കണമെന്നുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ ഒരുപാട് പ്രതിസന്ധി, നമ്മൾ കീമോ പോലുള്ള അല്ലെങ്കിൽ ട്യൂമർ പോലുള്ള കേസ് ഏറ്റെടുത്ത് കീമോ ഒക്കെ ചെയ്ത് വരുമ്പോൾ ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയാണ്. അപ്പം നമുക്ക് വന്ധീകരണം എന്നുള്ളത് മുടങ്ങിക്കിടക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ മിക്ക കുഞ്ഞുങ്ങളെ ഒരുപാട് പേരെ നമുക്ക് രക്ഷിക്കാൻ പറ്റി. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഒന്നും വന്ധീകരിക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഇവർക്ക് ചോറുണ്ട് കൊടുത്തത്. ചോറ് കൊടുത്തതിന് ശേഷം അവലും പാലും നനച്ചത് കൊടുത്ത് അങ്ങനെ വയറ് നിറച്ചിട്ടാണ് ഞാൻ പോരാറ്. കാരണം ഇവർക്ക് പിന്നീട് എവിടെയെങ്കിലും ആഹാരം കിട്ടുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ കൊടുക്കുമ്പോൾ എപ്പോഴും ഞാൻ വയറ് നിറച്ച് അവരെവിടെയും പോവാതിരിക്കാൻ, ആരുടെ ഏറി കിട്ടാതിരിക്കാനായിട്ട് നല്ലപോലെ ആഹാരം കൊടുത്തിട്ടാണ് പോരാറ്. പിന്നെ നമ്മുടെ മീട്ട് നന്നായിട്ട് ക്ഷീണിച്ചിരിക്കുകയാണ്. കാരണം മഴയായതുകൊണ്ട് ഇവർക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ മീട്ടുവിനും ഞാൻ ഇതുപോലെ തന്നെ റോഡ് സൈഡിൽ നിന്ന് മാറി ഞാനൊരു കടയുടെ പിറകിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ടാണ് ഫുഡ് കൊടുക്കണേ. അവന് ചോറിനേക്കാൾ കൂടുതൽ ഡോഗ് ഫുഡാണ് ഇഷ്ടം. ഇവിടെ ഭയങ്കര കാടും പടലൊക്കെയാണ്. എന്നാലും വേണ്ടില്ല, മറ്റുള്ളവരുടെ കണ്ണിൽ പെടാതെ സുരക്ഷിതമായിട്ട് എങ്ങനെ അവർക്ക് ആഹാരം കൊടുക്കാം എന്നുള്ളതാണ് നമ്മളുടെ ഡ്യൂട്ടി. അപ്പോൾ നമ്മൾ എല്ലാവരും, നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഇഷ്ടമാണ്, പക്ഷേ ആളുകൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ അവരോട് നമ്മൾ എതിർത്തിട്ട് കാര്യമില്ല. അപ്പം നമ്മളുടെ സേഫ്റ്റിയും ഇവരുടെ സേഫ്റ്റിയും നമ്മൾ നോക്കി ആഹാരം കൊടുക്കാനായിട്ട് എപ്പോഴും എല്ലാവരും ശ്രമിക്കാം. അപ്പം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡിസ്റ്റംബർ ബാധിച്ച കുഞ്ഞുണ്ട്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ മരുന്നിൻ്റെ കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് ഹോമിയോ മരുന്നാണ്. അപ്പോൾ എല്ലാവരും അത് പേഴ്സണലായിട്ട് ചോദിക്കുന്നുണ്ട്, അയച്ചു തരാം. പിന്നെ അതായത് അവൾക്കുള്ള പാലാണ് കേട്ടോ. അവൾക്ക് പാല് പെഡിഗ്രി കൂടി കുതിർത്തിയിട്ട് അതിനകത്താണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത്. 7 കുപ്പിയോളം ഉണ്ട്. അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് പേര് എടുത്ത് എനിക്ക് പറയാനോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തിടാൻ പറ്റിയിട്ടില്ല. പലരും പേഴ്സണലായിട്ട് ചോദിക്കുന്നുണ്ട്, എല്ലാവരും ക്ഷമിക്കണം. കാരണം എനിക്ക് പുറത്തേക്ക് പോയി പിന്നെ മരുന്ന് ഇപ്പോൾ ഞാൻ അവിടെ വെച്ചുകൊണ്ട് പോരുന്നുണ്ട്. വേറെ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ട് വേറെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവൾക്ക് ഡിസ്റ്റംബർ എന്നൊരു മാറാരോഗം 2 ദിവസം കൊണ്ട് മാറിയൊരു ഇതാണ് കേട്ടോ. അത്രയ്ക്കും കൂടി സ്റ്റേജിലാണ് ഈ കുഞ്ഞ് പോയത്. എനിക്ക് വല്ലാത്തൊരു, ഞാൻ മരുന്ന് കൊടുക്കുമ്പോഴും എനിക്കൊരു പ്രതീക്ഷ നിങ്ങളോട് പറഞ്ഞെങ്കിൽ അങ്ങനെ എൻ്റെ മനസ്സിൽ മാറുമോ. കാരണം അത്രയ്ക്കും കുഞ്ഞിൻ്റെ ഒരു കൈ, ഷോൾഡർ ഭാഗം തുടങ്ങി ഒടിഞ്ഞ് ഇങ്ങനെ തൂങ്ങിപ്പോയി. ഒരു കൈ നിലത്ത് കുത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഇവളുടെ 2 കാല് മാത്രമേ ഉള്ളൂ. അത് വെച്ചാണ് ഇവൾ നടന്നിരുന്നത്. കണ്ണ് കാണുന്നില്ല. പിന്നെ വായിന്ന് നുരയും പതയും. അപ്പോൾ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ഇതിൽ നിന്ന് അവൾ രക്ഷപ്പെടുമോ ഇല്ലയോ, മരുന്ന് കൊടുത്താൽ മാറുമോ. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് 2ാമത്തെ ദിവസം തന്നെ ഈ കുഞ്ഞ് വളരെ വ്യത്യാസം അവളുടെ ഫേസിനും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. അപ്പം നിങ്ങളുടെ വീട്ടിലെ പരിസരത്തുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ കൂട്ടാനൊന്നും ആരും പേടിക്കേണ്ട. കാരണം അവരൊരു കൂട്ടിലോ അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് മരുന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല. ഒരു 5 ദിവസം അവർക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരു ഡോഗിനെ അത് വരത്തുമില്ല. നമുക്കത് പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ഈ ഒരു പകർച്ചവ്യാധി ആയതുകൊണ്ടാണ് ആരും ഏറ്റെടുക്കാത്തത്. പക്ഷേ ഈ മരുന്ന് വളരെ നല്ല എഫക്റ്റീവാണ്, ഹോമിയോ മെഡിസിൻ. ഇത് എറണാകുളത്ത് നിന്ന് നമ്മൾ ഓൺലൈൻ വഴി വരുത്തിച്ചതാണ് കേട്ടോ. മറ്റുള്ള ഷോപ്പുകളിലൊന്നും കിട്ടുമെന്ന് എനിക്ക് കിട്ടില്ല എന്നാണ് എൻ്റെ ധാരണ. പിന്നെ അത് അവൾ താഴേക്ക് ഇറങ്ങി വന്നതാണ് കേട്ടോ അത്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പോപ്പിമോൻ്റെ അടുത്താണ് വന്നത്. പോപ്പിമോൻ്റെ വീട്ടിൽ മനോഹരമായൊരു കുളമൊക്കെ ഉണ്ട്. പോപ്പിമോൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് ദിവസമായി. കാരണം പോപ്പിമോൻ ഇത്തിരി അകലെയാണ്. അപ്പോൾ പിന്നെ ഈ കുഞ്ഞിനൊക്കെ അസുഖമുള്ളതുകൊണ്ട് അവസാനമാണ് ഈ കുഞ്ഞിൻ്റെ അടുത്ത് ഞാൻ വരുന്നത്, മറ്റുള്ളവർക്കെല്ലാം ആഹാരം കൊടുത്തിട്ട്. കാരണം ഡിസ്റ്റംബർ നമ്മളിലൂടെ മറ്റുള്ള ഡോഗുകൾക്ക് വന്നാലും നമ്മൾ പല സ്ഥലത്തും പോകുന്നതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് പോപ്പിയുടെ അടുത്ത് ഒരാഴ്ചയായിട്ട് ഞാൻ വന്നിട്ടില്ല. പിന്നെ അവന് നമ്മൾ അവലും പാലും പെഡിഗ്രിയും കൂടി കുതിർത്തിയിട്ടുണ്ട് കൊടുത്തത്. ഇപ്പോൾ നല്ല മിടുക്കനായിട്ടിരിക്കുന്നു കേട്ടോ. പിന്നെ അവന് ഓടാനും ചാടാനും, ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അവന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും ചാടാനുള്ളൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മൾ അറിയാത്ത എത്രയോ കുഞ്ഞുങ്ങളാണെന്നോ എന്നെ വിളിച്ചറിയിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട്. അവരുടെ പരിസരത്തെല്ലാം 12ഉം 5ഉം വർഷമായി കുഞ്ഞുങ്ങളെ കൂട്ടിൽ നിന്ന് പോലും ഇറക്കാതെ അപ്പിയും മൂത്രമൊക്കെ ഇട്ട് നരകയാതന അനുഭവിക്കുന്നവർ, പ്രത്യേകിച്ചും ലാബ്, സ്പിറ്റ്സ് പോലുള്ള ബ്രീഡ് ഇനങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. അതിലും എത്രയോ നല്ലതാണ്. ഈ കുഞ്ഞിനെ നമ്മൾ വീഡിയോ കാണുന്നത് കൊണ്ട് പലരും ഇതിൻ്റെ കാര്യത്തിൽ ആശങ്കയുണ്ട്. ആരും വിഷമിക്കേണ്ട. അവന് സ്വാതന്ത്ര്യമുണ്ട്, സ്നേഹമുണ്ട്, അത്യാവശ്യം ഭക്ഷണമുണ്ട്. പിന്നെ നമ്മളുടെ കുഞ്ഞ് പ്രസവിക്കാറായി. കുഞ്ഞിനെക്കുറിച്ച് കുറേ പേര് ചോദിച്ചായിരുന്നു. അവളിങ്ങനെ പ്രസവിക്കാനായിട്ട് സമയം എടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, സഹായിക്കുക.